പാറു, ഡോക്ടറിനെ കാണാൻ പോയിട്ട് എന്തായി? പാറു, എന്താ? ഞങ്ങള് വിളിച്ചൊന്നും നീ കേട്ടില്ലേ? ഡോക്ടറെ കാണാൻ പോയിട്ട് എന്തായിന്ന്? ആ, കണ്ടു. കണ്ടിട്ട് അവരെന്താ പറഞ്ഞേ? നീ തലചുറ്റി വീഴുന്ന എന്താന്ന് അവര് പറഞ്ഞോ? നീ എന്താ പാറു മിഴിച്ചു നോക്കുന്നേ? കാര്യം എന്താണെന്ന് പറ. ഞങ്ങൾ ടെൻഷൻ അടുപ്പിക്കാതെ കാര്യം പറ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എനിക്കൊരു പ്രശ്നമില്ല. ഒരു കുഴപ്പമില്ലാത്ത നീ എങ്ങനെയാ എപ്പോഴും തല ഇറങ്ങി വീഴുന്നേ? പലപ്പോഴും ഛർദിക്കുകയും ചെയ്യുന്നു. ഇതൊക്കെ ആരോഗ്യമുള്ളതിന്റെ ലക്ഷണമാണോ? നിന്റെ ടെസ്റ്റിന്റെ റിസൾട്ട് എല്ലാം ഡോക്ടറെ കാണിച്ചില്ലേ? അതോ അവര് പേടിച്ച് ആശുപത്രിയിൽ നിന്ന് മുങ്ങിയോ? നിന്റെ കൂടെ പ്രിയം വന്നില്ലേ? വന്നു. എന്ന് ഞാൻ അവനെ വിളിച്ച് ചോദിക്കാം. അതെന്താ? ഞാൻ പറഞ്ഞത് നിനക്ക് വിശ്വാസമില്ലേ? ഡോക്ടർ എനിക്ക് ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. ഹോ, ഇത് നേരത്തെ അങ്ങ് പറഞ്ഞാ പോരായിരുന്നോ? വെറുതെ എന്തിനാ എല്ലാരും ടെൻഷൻ അടുപ്പിക്കുന്നേ? അവര് നല്ല ഡോക്ടറാണോ? നീ ഏത് ആശുപത്രിയിലാ പോയത്? നിനക്കെന്താ ഇവളെ രോഗിയാക്കണമെന്ന് വാശിയാണോ? അതല്ല മീര, ഇവള് തലകറങ്ങി വീഴുന്നതും ഛർദിക്കുന്നതും ഒക്കെ നീയും കണ്ടിട്ടുള്ളതല്ലേ? എന്നിട്ടൊരു ഡോക്ടർ ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞെന്ന് കേൾക്കുമ്പോ എനിക്ക് സംശയം. അവര് നല്ല ഡോക്ടറാണ്. ശരി, ഞങ്ങക്ക് നല്ല വിശപ്പുണ്ട്. നീ വരാനായി കാത്തിരിക്കുമായിരുന്നു. നീ റൂമിലേക്ക് ചെന്നോ, ഞങ്ങൾ ഭക്ഷണമായിട്ട് വരാം. അവൾക്ക് എന്തോ ടെൻഷൻ ഉള്ളതുപോലെ നിനക്ക് തോന്നില്ലേ? അതൊക്കെ നിനക്ക് വെറുതെ തോന്നുന്നതാ. നിനക്ക് വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ? നമുക്കെന്ത് ഭക്ഷണം എടുക്കാം, വാ. എന്താ പാറു? കണ്ണാടിയില് മറ്റാരെയോ കണ്ടതുപോലെ നീ പകച്ചു നിൽക്കുന്ന. നീ ആരാ? അതെന്ത് ചോദ്യ പാറു? ഞാൻ നീയാ. നീ ഞാനുമാണ്. നിനക്ക് നിന്നെ തന്നെ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലായി അല്ലേ? ഡോക്ടർ ആശുപത്രിയിൽ പറഞ്ഞത് ശരിയാണെന്ന് നിനക്ക് തോന്നി തുടങ്ങിയല്ലേ? എനിക്കോ? ഒരിക്കലുമില്ല. എനിക്കങ്ങനെ ഒരു സംശയമില്ല. നീ നുണ പറയാ. ആ സംശയം ഉള്ളത് കൊണ്ടല്ലേ എന്റെ മുന്നില് കണ്ണീരോടെ നീ നിൽക്കുന്നത്. അങ്ങനെയൊന്നുമില്ല. എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ ജനകന്റെ മകളാ. ഞാൻ കാരണം ഒരിക്കലും എന്റെ കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാവില്ല. അങ്ങനെ സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. നിനക്കൊരു കുഴപ്പമില്ലെങ്കിൽ പിന്നെന്തിനാ മീരയോടും ജനയോടും നുണ പറഞ്ഞത്? ഞാനൊരു നുണയും പറഞ്ഞിട്ടില്ല. സത്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഡോക്ടർ പറഞ്ഞത് നുണയാന്ന് ഉറപ്പുള്ളതുകൊണ്ടാ ഞാൻ അവരോട് അങ്ങനെ പറഞ്ഞത്. അല്ല, നീ പഴയ പാറു അല്ല. സത്യം നിന്റെ ഭാഗത്താണെന്ന് ഉറപ്പുണ്ടായിരുന്നെങ്കിൽ നീ ഇതിലും ധൈര്യത്തോടെ സംസാരിച്ചേനെ. നിന്റെ മുഖത്ത് പേടിയുണ്ട്. നിന്റെ ശബ്ദം ഇടറുന്നുണ്ട്. നിന്റെ കണ്ണുകളിൽ കുറ്റബോധം നിഴലിക്കുന്നുണ്ട്. എനിക്കെന്തിനാ കുറ്റബോധം തോന്നുന്നത്? ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. പിന്നെ ഞാനെന്തിനാ പേടിക്കുന്നേ? നീയാ എന്നെ ആവശ്യമില്ലാതെ തെറ്റിദ്ധരിപ്പിക്കുന്നേ. നീ പോ. ഞാൻ നിന്നെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നോ? അതിന് നിനക്ക് എന്താ നടക്കുന്നതെന്ന് എന്തെങ്കിലും ധാരണയുണ്ടോ? ഡോക്ടർക്ക് നീ ഗർഭിണിയാണെന്ന് നുണ പറയേണ്ട എന്താവശ്യമുള്ളത്? ഒരു കാരണമില്ലാതെയാണോ ഇത്രയും ദിവസമായിട്ടും നിനക്ക് തലചുറ്റലും ഛർദിയും ഒക്കെ ഉണ്ടാവുന്നത്? നന്നായിട്ടൊന്ന് ആലോചിച്ച് നോക്ക്. നിന്റെ കുളി തെറ്റിയിട്ട് കുറെ ആയില്ലേ? ഡോക്ടർ പറഞ്ഞത് സത്യമാണ്. അല്ല, അത് നുണയാ. സത്യമാണ്. അല്ല അല്ല അല്ല, ഡോക്ടർ പറഞ്ഞത് സത്യം.
നീ ഗർഭിണിയാണ്. ഇല്ല, ഞാനിത് സമ്മതിക്കില്ല. ഇതെല്ലാം നുണയാ. ഞാനത് വിശ്വസിക്കില്ല. എനിക്കൊരു കുഴപ്പമില്ല. പാറു, നീ എന്തൊക്കെയാ പറയുന്നേ? നിനക്ക് എന്താ പറ്റിയേ? എനിക്ക് ഒന്നുമില്ല. ഒന്നും ഇല്ലാഞ്ഞിട്ടാണോ നീ ഇങ്ങനെ ഒറ്റയ്ക്ക് നിന്ന് ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പറ. എനിക്കൊരു പ്രശ്നമില്ലെന്ന് പറഞ്ഞില്ലേ? ഞാൻ പോയി കുളിച്ചിട്ട് വരാം. പാറു, അവള് നോർമൽ ആണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അവക്ക് കാര്യമായ എന്തോ പ്രശ്നമുണ്ട്. അത് നമ്മളിൽ നിന്ന് എന്തിനാ അവള് മറക്കുന്നത്? അതാ എനിക്ക് മനസ്സിലാവാത്തെ. അവള് കുളിച്ചിട്ട് വരട്ടെ. കാര്യം എന്താണെന്ന് അറിയാതെ ഞാൻ അവളെ വിടില്ല. അവളുടെ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ നിനക്ക് അറിയില്ലേ? ഭൂമിക മാഡം അവളുടെ അച്ഛന്റെ അടുത്ത് കൈലാഷ് സാറിന് വേണ്ടി അവളെ പെണ്ണ് ചോദിച്ചു ചെന്നു. അവളുടെ ചേച്ചിയുടെ കല്യാണം നടക്കാൻ പോവാ. ഇതിനിടയ്ക്ക് പ്രിയന്റെ കാര്യം എങ്ങനെയെങ്കിലും വീട്ടിൽ അവതരിപ്പിക്കാൻ വേണം. അവൾ ഒരുപാട് ടെൻഷൻ അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും അവൾ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. ഛെ, എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചു എന്ന് കരുതിയിരിക്കുമ്പോഴാ ഇങ്ങനെ ഓരോന്ന് പൊട്ടി മുളയ്ക്കുന്നത്. ഇത് അത്ര വലിയ പ്രശ്നമൊന്നുമല്ല. ഭൂമിക മാഡം അവളുടെ വീട്ടുകാരോട് പറഞ്ഞ് എല്ലാം ശരിയാക്കിക്കൊള്ളും. അവൾക്കിപ്പോ ഏറ്റവും കൂടുതൽ വേണ്ടത് മനസ്സമാധാനമാണ്. നീ തൽക്കാലത്തേക്ക് അവളോടൊന്നും ചോദിച്ച് അവളുടെ ടെൻഷൻ കൂട്ടാൻ നിൽക്കണ്ട. എന്താ ശോഭേ, ഏട്ടനോടുള്ള ദേഷ്യം ഇപ്പോഴും കുറഞ്ഞില്ലേ? അയ്യോ, അതൊന്നും അല്ല ഏട്ടാ. പെട്ടെന്ന് ചേട്ടനെ കണ്ടപ്പോ എന്ത് പറയണം എന്ത് ചെയ്യണം എന്ന് അറിയാതെ ആയിപ്പോയി. ഏട്ടൻ വാ. ആ. ഇരിക്കേട്ടാ. ആ. അമ്മാമ്മ വരുന്ന കാര്യം നിനക്ക് നേരത്തെ അറിയായിരുന്നോ? നീ എന്താ എന്നോട് പറയാതിരുന്ന? ഞാൻ പാറുവിനെ കാണാൻ പോകുന്ന വഴിക്ക് അമ്മാവനെ കണ്ടത്. അമ്മാവനെ അമ്മയെ കാണണമെന്ന് പറഞ്ഞപ്പോ നേരെ ഇങ്ങോട്ട് വന്നു. അത് നന്നായി. ചായ എടുക്കട്ടെ? അതൊന്നും വേണ്ട, നീ ആദ്യം ഇവിടെ ഇരിക്കേ. എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. നീ ഇരിക്കുമോനെ. ഏട്ടൻ ഒറ്റയ്ക്കാണോ വന്നത്? ഏടത്തിയമ്മ വന്നില്ലേ? ഇല്ല, ഞാൻ മാത്രമേ വന്നുള്ളൂ. നീ പാർവതിയെ മരുമകളായി സ്വീകരിച്ചു എന്ന് പ്രിയം പറഞ്ഞു.